നവാസേ സൈറ്റ് കുറച്ച് പൈപ്പ് ഇറക്കണേ. ലോക്കൽ പൈപ്പ് നിറയ്ക്കളയല്ലേ, IS മുദ്രകൾ തന്നെ വേണം കേട്ടാ. ആ ശരി ശരി ഓക്കെ. അച്ഛാ ആ അച്ഛാ ഈ പൈപ്പിൽ ISന്റെ വല്ല സ്റ്റിക്കർ ഒട്ടിച്ചവര് ഒറിജിനൽ അല്ലെന്ന് ആൾക്കാർക്ക് എങ്ങനെ മനസ്സിലാൻ പറ്റും? കുറുക്ക് വഴി പറഞ്ഞു തരണടാ. IS മുദ്ര IS മുദ്ര തന്നെ. അതിന് അച്ഛന് IS എന്തുവാന്നറിയൂ? എടാ ഇന്നലെ കൂടെ മൊബൈൽ നോക്കിയല്ലേ ഉള്ളൂ, അതിൽ ഏസർ കമ്പനിയുടെ വീഡിയോ ഉണ്ട്. അതിൽ വ്യക്തമായിട്ട് IS മുദ്രയെ പറ്റി പറഞ്ഞുണ്ട്. ഏസർ കമ്പനിയാ? ഇത് ഏസർ കമ്പനി ആണോടെ? എടാ കേരളത്തിലെ ടോപ്പ് പൈപ്പ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. എനിക്കറിയാം. ആ അത് ഇടയ്ക്ക് ജംഗ്ഷനിൽ പൈപ്പ് പൊട്ടി, ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നുണ്ട്, 3-4 പ്രാവശ്യം പൊട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏസർ കമ്പനിയുടെ പൈപ്പ് വാങ്ങിടാൻ പറഞ്ഞു. അതിനുശേഷം ഇതുവരെ പൊട്ടിയിട്ടില്ല. അപ്പൊ അത്ര ക്വാളിറ്റി ആണല്ലോ ഏസറിന്റെ പൈപ്പിന്? എടാ ഏസർ കമ്പനി ചില്ലറ കമ്പനി അല്ലടാ, ക്വാളിറ്റിയിൽ കേരള സർക്കാരിന് അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. ആ എടാ ഈ ഏസർ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ലോക്കൽ പ്ലാസ്റ്റിക് ഉരുക്കി ഉണ്ടാക്കുന്ന പൈപ്പല്ല, ലാബിൽ ടെസ്റ്റ് ചെയ്ത് ഹൈ പ്രഷറിൽ ഉണ്ടാക്കുന്ന പൈപ്പാണ്. ആ പണ്ടത്തെ പോലെ അല്ല. PVC പൈപ്പ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പം പ്രത്യേക മതിപ്പാണ്, പ്രത്യേകിച്ച് ഏസർ പൈപ്പ്. ദാറ്റ്സ് റിയലി നൈസ്. ഏസർ 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 ചുമ്മാ നേരത്തെ ഇപ്പൊ അങ്ങോട്ട് പോയല്ലേ ഉള്ളൂ. ഒന്നുമില്ല അച്ഛാ, ഇന്ന് നേരെ വന്നു. പഠിപ്പിക്കാൻ ഒരു മൂടില്ലായിരുന്നു. വിശന്നിട്ട് വന്നായിരിക്കും ഫുഡ് കഴിക്കാൻ. ആന്നല്ല, മൂടില്ലാത്തോണ്ട് മൂടില്ലാത്തോണ്ട് മൂടില്ല. അതിപ്പോ എങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും? ഇനി എന്താണ് കേശു ട്യൂഷൻ മാസ്റ്റർ പറയുന്നത്? അവന് മൂടില്ലാത്തോണ്ട് പഠിപ്പിക്കാണ്ടിരിക്കും പോകുന്നു. എന്തേ അപ്പുറത്തപ്പുറത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ലേ? അപ്പുറത്തും ഇപ്പുറത്തും ആര്? അതായത് അവൾ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂഷൻ സെന്ററിന്റെ മതിലിന് ചേർന്ന് ഒരു വീടുണ്ടല്ലോ, ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് ചോദിച്ചത്. ഇടേ മറ്റേ പെണ്ണിന്റെ പേരെന്ന് വെച്ചാൽ സംസാരിക്കൂടെ? ഞാൻ ആ കൊച്ചിനെ കാണാനൊന്നുമല്ലല്ലോ ട്യൂഷൻ സെന്ററിലോട്ട് പോണേ. അത് പോയായിരുന്നു ചുമ്മാ. അവൻ സീരിയസ് ആയിട്ട് ട്യൂഷൻ സെന്ററിൽ പഠിപ്പിക്കാൻ പോകുമ്പോ അതിന്റെ മാളവിയും കണ്ടിട്ട് വരും. ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുകയാണ്, എന്താണ് എല്ലാവർക്കും രാവിലെ തന്നെ എന്നെ കടിച്ചു തരാൻ പറഞ്ഞത്? എന്താണ് കലിപ്പ്? കലിപ്പാ? നിനക്കെന്താണ് കുഴപ്പം? നമുക്ക് കുഴപ്പമൊന്നുമില്ല, സോറി ബ്രോ, ഞാനും മിണ്ടൂല പോരെ. എനിക്ക് സംഭവം പിടി കിട്ടി. പറയട്ടെ കേശു? എന്താണ് പറ. കേശു ഇന്ന് ഒരാളെ നോക്കി ചിരിച്ചു, അപ്പൊ അയാൾ തിരിച്ച് ചിരിച്ചില്ല. അപ്പൊ ഇവന്റെ മനസ്സിലൊരു വിഷമം അല്ല കേശു? എന്തോന്ന് വെച്ചാ അത്? എന്നെ എല്ലാം കൂടെ കിടന്ന് അറിഞ്ഞ മുറിഞ്ഞോട്ട് ആട്ടാണ് അച്ഛൻ അത് കൈവിട്ട് ചിരിക്കണ. കുറെ സഹോദരങ്ങളും ഒരച്ഛനും കൊള്ളാം, എല്ലാരും കൊള്ളാം. ഭയങ്കര കലിപ്പാണല്ലോ. കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. കാര്യമായിട്ട് എന്ത് സംഭവിക്കാൻ? ഒന്നും സംഭവിച്ചിട്ടില്ല. അതാ പെണ്ണിന്റെ കേസ് തന്നെയാ. അതൊക്കെ അറിയാം, ആവശ്യമില്ലാത്ത പറയല്ലേ കേട്ടാ. വെറുതെ ഇരിക്കല്ലേ, ചെന്ന് നോക്കിയാല. അമ്മ എപ്പോഴും അങ്ങനെ കളിയാക്കിയേ പറ്റൂ. ഒരാൾ ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നതെന്ന് അവരൊന്ന് മനസ്സിലാക്കണ്ടേ? നീ ഏത് സാഹചര്യത്തിൽ നിൽക്കണേ ഇപ്പൊ? ശരി, അമ്മയെ തുടങ്ങിയപ്പോ എനിക്കറിയില്ലല്ലോ, കാര്യം അറിയില്ലല്ലോ, പിന്നെ ചോദിക്കണ്ടേ? കേശുവേ, എന്തോ പ്രശ്നം ഉണ്ടെന്ന് അറിയാൻ കാര്യം പറ. പ്രശ്നം ഒരുപാട് പ്രശ്നമുണ്ട്, ഏതെങ്കിലും പ്രശ്നം പറഞ്ഞാൽ മതിയോ? അതിനകത്ത് ഏതാ അറിയേണ്ടത് മക്കൾക്ക്? അയ്യോ, അമ്മച്ചിയുടെ കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. നീ തോന്നി അതുകൊണ്ട് തന്നെ. അമ്മ ഞാൻ പോണ് കേട്ടാ. ഇവിടെ നിക്ക്. ഓ, അപ്പൊ എല്ലാരും കൂടെ കഥ കേൾക്കാൻ വന്നതാണല്ലേ? പിന്നെ അല്ലാണ്ട്. അപ്പൊ എന്തോ കഥയുണ്ടല്ലോ. കുത്തി തോണ്ടി തുടങ്ങിയല്ലേ? ഇല്ല, ജാട കാണിക്കാതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറ. അതെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് സോൾവ് ചെയ്ത് തരാം. അതെ, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചില പ്രശ്നങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ അത് സോൾവ് ആവില്ല, അത് കൂടുതൽ വഷളാവത്തേ ഉള്ളൂ കേട്ടാ. കേശു നിനക്ക് 10, 15 അല്ല ഇവന് എത്രയാ? 14, 13, 12 എത്രയായി? 3 വയസ്സ്. എന്റെ കൊച്ചിനെ വെറുതെ ഇള്ളാപ്പിള്ള ആക്കരുത് കേട്ടാ. ഒരു വെള്ളപ്പേപ്പറിൽ ഇച്ചിരി ഉമ്മിക്കരി തൂങ്ങിയ പോലെയാണ് ഇവന്റെ മീശയെങ്കിലും ചക്കരി 15 വയസ്സായി. അതൊന്നും മറക്കരുത് ആരും. കേശു ഞാൻ പറയണോണ്ടൊന്നും തോന്നരുത്, ചിലപ്പോൾ ആരെങ്കിലൊക്കെ ചില എതിർപ്പ് കാണിക്കും എന്നും പറഞ്ഞ് എടുത്താടി ഒന്നും ചെയ്യരുത്. അല്ല 10, 21 വയസ്സായി കഴിഞ്ഞാൽ വീട്ടിലോട്ട് ആരോടെയും കൊണ്ടുപോകോ. ചേട്ടൻ എന്തോ നേട്ടാ പറയണേ? അങ്ങനെ വിളിച്ചോണ്ട് പറയാൻ പറ്റൂല. ആരെങ്കിലും സമയമാകുമ്പോൾ ആൾക്കാരുണ്ട്, അന്വേഷിച്ച് കണ്ടുപിടിച്ച് റെഡിയാക്കി കൈ തരും. അമ്മ ഇതെന്തോ നമ്മ എല്ലാവരും പറഞ്ഞു പറഞ്ഞ് എവിടെ കയറി പോണമ്മ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എല്ലാവരും കൂടെ. അവൻ കൊച്ചു കുട്ടിയാണ്, അവനെ കുറിച്ച് ആവശ്യമില്ലാത്ത ഇല്ലാതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കും. മനസ്സ് വേദനിപ്പിക്കരുതെന്നല്ല, മനസ്സിലോടൊന്നും ഉണ്ടാക്കിയെടുക്കരുതെന്ന് വേണം നമ്മൾ പറയാൻ. ശിവ, നീ എൻ്റെ നിന്ന് വാങ്ങിക്കോട്ടോ. നമ്മൾ ഗണിച്ചുവിട്ട് ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോഴേ അത് അവരുടെ മനസ്സിനെ നന്നായിട്ട് ബാധിക്കും. ഇതെന്തോന്ന് എല്ലാവരും തൊട്ട് തൊടാതെ സംസാരിക്കണേ? നേരെ മാറ്ററായിട്ട് വാ, കാര്യങ്ങൾ അറിയിട്ട്. നേരെ മാറ്ററിൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മാറ്റർ. ഞാൻ ഇനി ഒരു ട്യൂഷൻ സെന്ററിൽ പോണില്ല, ട്യൂഷൻ എടുക്കും. അയ്യോ, അതെന്താ അച്ഛാ, ഈ കഥ പറഞ്ഞു വരുത്താനായിട്ട് നമ്മുടെ നാട്ടുകാരാണല്ലോ ലോകത്തിലെ ഏറ്റവും നല്ല നാട്ടുകാർ ആണല്ലോ. പിന്നെ ഞാനൊരു ആൺകുട്ടിയാണ്, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ മറ്റേതൊരു പെൺകുട്ടിയാണേ. പിന്നെ എനിക്ക് 3 പെങ്ങന്മാരുണ്ട്. ആ ഓർമ്മ എനിക്ക് എപ്പോഴും ഉണ്ടേ. എൻ്റെ മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടി ഞാനൊരു ജനസമ്മതനായതുകൊണ്ട്
എൻ്റെ മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടി നാട്ടിൽ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റും തപ്പി നടപ്പുണ്ട്. പക്ഷെ ഒരു നാൾ എല്ലാം മറ നീക്കി പുറത്തു വരും. അന്ന് എല്ലാവരും അറിയും ഈ കേശു ആരാണെന്ന്. എൻ്റെ മനസ്സ് പിടയുന്നതിൻ്റെ നേരെ ഇരട്ടി ആ കൊച്ചിൻ്റെ മനസ്സും പിടയുന്നുണ്ട്. എനിക്കതാണ് ആലോചിച്ചിട്ട് സങ്കടം. ഈ പോയ നമ്മളെ കളവ് കേശവന്റെ എന്തോന്ന് വാലു ഇത്? നല്ല പരിപക്വമായ ഉദാർത്ഥമായ സംസാരം. അച്ഛാ കേശു പല പ്രശ്നങ്ങളും പോയി ചാടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അച്ഛനൊന്ന് സൂക്ഷിക്കണം. ഡേയ് ഞാനും സൂക്ഷിക്കണത്. ഇല്ല അടികളൊക്കെ നീ സൂക്ഷിക്കണം. അടി വരെങ്കിൽ നീ സൂക്ഷിച്ചു. ഞാൻ മൂത്ത ചേട്ടാ നിനക്ക് ആദ്യം കൊണ്ടുപോകും. കുറച്ച് കൂടുതലാണ് കേട്ടോ എല്ലാത്തിനും. നീ ആവശ്യമില്ലാത്ത പറഞ്ഞതിനാടാ. ജസ്റ്റ് മിസ്. അച്ഛാ അവന് 15 വയസ്സായോളൂ. അവൻ ഇപ്പോഴേ കലാപരിപാടികളൊക്കെ തുടങ്ങി. നാക്ക് വീഴുകളെ കളക്ടർ അവിടെ നടക്കാനാണ് എല്ലാം കൂടെ. മൂന്നും കൂടെ കണ്ട് ഇറങ്ങിയേക്കാ പരദൂഷണം പറയേ. അത് അവൻ അവിടെ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടും പോയി. പരദൂഷണോ ഉള്ള തന്നെ പറഞ്ഞത് ഉള്ളത്. ബാലേ ആ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്ത്? ഈ പിള്ളേർക്ക് ഇത്തിരി കൂടുതലാണ് കേട്ടാ. ചെറുക്കനെ പറ്റി അതൊന്നും പറഞ്ഞോണ്ടല്ലോ. ഞാനല്ല ഇവരാണ്. ഞാനൊന്നും അവന്റെ ഭാവി തിരക്കല് അവൻ വേണമെങ്കിൽ വിളിച്ചോണ്ട് വരും. അവൻ അല്ല ഇങ്ങനെ അവൻ ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ കൊളുത്തും അവനിങ്ങനെ ആലോചിക്കും പിന്നെ വിളിച്ചോണ്ട് വരാന്ന്. അതുകൊണ്ട് അങ്ങനെ പറയരുത് കേട്ടാ. ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ല ഇവിടുത്തെ പറയുന്നത് ഞാൻ പറയായിരുന്നു കേട്ടോ. വിളിച്ചത് വെറുതെ. അവൻ അങ്ങനെ ചിന്ത അവൻ ഏത് സമയം ഇഷ്ടമാണ് 3 നേരം അടിക്കണം എന്നുള്ള ചിന്ത അവനുള്ളൂ. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാലേ അതെല്ലാം പല ടൈപ്പാണ്. അല്ലാണ്ട് നിങ്ങൾ എല്ലാം ഒരേ കണ്ണിലൊന്നും കാണാൻ നിൽക്കണ്ട. കേട്ടല്ലോ അച്ഛാ അവരെ കാണരുത്. നീ ഇവനും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ വേറെ കൊച്ചിനേക്ക് അവന്റെ ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞു. നമ്മളൊന്നും പറയട്ടെ. ചിരിക്കണം എന്നിട്ട് പൊട്ടാൻ ചിരിക്കണ പോലെ. കൂട്ടാൻ പോലെ അതിനിടയ്ക്ക് എന്റെ അച്ഛനെ പറയേണ്ട ആവശ്യമില്ല.